എല്ലാവർക്കും എമിനന്റ് PSC സ്വാഗതം. നമ്മുടെ ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ ആൻഡ് സ്പോർട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സീരീസാണ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ എപ്പിസോഡ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ചാനലിൽ അത് കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ആർട്ട് ഫോംസിനകത്തെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 10th ലെവൽ പ്രിലിംസിന് 2020-23 കാലഘട്ടത്തിലെ 10th ലെവൽ പ്രിലിംസിന് ആർട്ട് ഫോംസിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10th ലെവൽ മെയിൻസ് 2021-23 കാലഘട്ടത്തിലെ 10th ലെവൽ മെയിൻസിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപക അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ വള്ളത്തോൾ നാരായണ മേനോൻ, ഓപ്ഷൻ ബി കുമാരനാശാൻ, ഓപ്ഷൻ സി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, ഓപ്ഷൻ ഡി ജഗതി NK ആചാരി. അപ്പോൾ നമുക്കറിയാം കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ വള്ളത്തോളാണ്, അല്ലേ? കലാമണ്ഡലം ഏത് വർഷമാണ് സ്ഥാപിച്ചതെന്നറിയുമോ? കലാമണ്ഡലം ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1930 കലാമണ്ഡലം ആരംഭിക്കുന്നത്. 1930 ആണ് കലാമണ്ഡലം ആരംഭിക്കുന്നത്. ഇന്ന് കാണുന്ന ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നില്ല ആദ്യം അത് ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. പിന്നീടാണ് അത് ചെറുതുരുത്തി, തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി അല്ലെങ്കിൽ വള്ളത്തോൾ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിലവിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുക? കേരള കലാമണ്ഡലം കാണാനായിട്ട് പറ്റുക. അപ്പോൾ 1930 ഇത് ആരംഭിക്കുന്നുണ്ട്. വള്ളത്തോൾ മാത്രമല്ല, വള്ളത്തോളിൻ്റെ കൂടെ തന്നെ മാങ്കുളം മുകുന്ദരാജ എന്ന വ്യക്തി കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ വള്ളത്തോളും മുകുന്ദരാജയും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന കലാമണ്ഡലം സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ കഥകളി, മോഹിനിയാട്ടം അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കലാമണ്ഡലം എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. 1930 നമ്മൾ പറഞ്ഞു, അല്ലേ? 1930 കലാമണ്ഡലം ആരംഭിക്കുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിൽ അത് ഗവൺമെൻറ് ഓഫ് കേരള അത് ഏറ്റെടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഏകദേശം 27 വർഷങ്ങൾക്ക് ശേഷം 1957 ഗവൺമെൻറ് ഓഫ് കേരള എന്ത് ഏറ്റെടുക്കുന്നത്? ഈ പറയുന്ന കലാമണ്ഡലം ഏറ്റെടുക്കുന്നത്. അതിനും കുറേ നാളുകൾക്ക് ശേഷം നമുക്കറിയാം കലാമണ്ഡലം എന്ന് പറയുന്ന ഒരു കൽപ്പിത സർവകലാശാലയാണ്, അല്ലെങ്കിൽ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്, അല്ലേ? 2007 കലാമണ്ഡലം എന്താവുന്നത്? ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈ വർഷങ്ങൾ കൂടി ഓർത്തുകൊള്ളുക. 1930 സ്ഥാപിതമാകുന്നു, 57 ഗവൺമെൻറ് ഓഫ് കേരള ഏറ്റെടുക്കുന്നത്, 2007 അത് ഡീംഡ് യൂണിവേഴ്സിറ്റി ആകുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം അവിടെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ പൈതൃക കലാരൂപമല്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. കേരളത്തിൻ്റെ പൈതൃക കലാരൂപമല്ലാത്തത് കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ കൂടിയാട്ടം, ബി തെയ്യം, സി മോഹിനിയാട്ടം, ഡി ഭരതനാട്യം. സോ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? ഏതാണ് ആൻസർ വരിക? ഡി ഭരതനാട്യമാണ് വരിക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അത് അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഭരതനാട്യം എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തിൻ്റെയാണ്? തമിഴ്നാടിൻ്റെയാണ്, അല്ലേ? തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ നൃത്തമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഭരതനാട്യം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ തനതായിട്ടുള്ള നൃത്തമാണ് ഏത്? ഓപ്ഷൻ സി ആയിട്ട് കൊടുത്തിട്ടുള്ള മോഹിനിയാട്ടം. തെയ്യവും കൂടിയാട്ടവും നമുക്കറിയാം കേരളത്തിൻ്റെ തനതായിട്ടുള്ള കലാരൂപങ്ങളാണ്. കേരളത്തിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള റിച്വൽ ആർട്ട് ഫോംസിൽ ഒന്നാണ് തെയ്യം എന്ന് പറയുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്ര കലകളിലൊന്നാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഡി ഭരതനാട്യമാണ്. അടുത്ത ചോദ്യം സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മൂന്നാമത്തെ ചോദ്യം, ഖ്യാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ എ പണ്ഡിറ്റ് രവിശങ്കർ, ഓപ്ഷൻ ബി അമീർ ഖുസ്രു, ഓപ്ഷൻ സി ടാർസൻ, ഓപ്ഷൻ ഡി ബീഗം അക്ബർ. ഇത് നിങ്ങൾ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന പോർഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു പോകുന്ന ഒരാളാണ് ഈ ആൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മിഡീവൽ ഇന്ത്യ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ആൻസർ ഏതാണ്? ആൻസർ അമീർ ഖുസ്രു ആണ്. അമീർ ഖുസ്രു ആണ് ഈ ഖ്യാൽ എന്ന് പറയാൻ, അല്ലേ? നമ്മൾ ചിലപ്പോൾ മലയാളീകരിച്ച് പറയുന്ന സമയത്ത് അത് ഖയാൽ എന്നൊക്കെ പറയാറുണ്ട്. എന്നാലും ജനറലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ശരിക്കും പറയുക അതിനെ ഖ്യാൽ എന്നാണ്, കേട്ടോ. ഹിന്ദുസ്ഥാനി സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഖ്യാൽ എന്ന് പറയുന്ന ആ ഒരു സംഗീതത്തിലൂടെ ഇതിനൊരു അടിത്തറ പാകിയ വ്യക്തി എന്ന് പറയുന്ന ആരാണ്? അമീർ ഖുസ്രു ആണ്. ഇനി അടുത്ത ചോദ്യം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം ചിത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത് എവിടെ? ഓപ്ഷൻ എ തിരുനന്ദിക്കര, ഓപ്ഷൻ ബി മട്ടാഞ്ചേരി കൊട്ടാരം, ഓപ്ഷൻ സി കൃഷ്ണപുരം കൊട്ടാരം, ഡി പുന്നത്തൂർ കോട്ട. അപ്പോൾ ഏറ്റവും വലിയ ചുവർ ചിത്രമായിട്ടുള്ള ഗജേന്ദ്രമോക്ഷം എവിടെയാണ് ഉള്ളതെന്നാണ്, അല്ലെങ്കിൽ എവിടെയാണ് ചിത്രണം ചെയ്യപ്പെട്ടുള്ളതാണ്, അല്ലേ? സോ ഓപ്ഷൻ സി
കൃഷ്ണപുരം കൊട്ടാരം എന്നുള്ളതാണ് ആൻസർ. കൃഷ്ണപുരം കൊട്ടാരം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴ ജില്ലയിലാണ് കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ ചുവർച്ചിത്രമായിട്ടുള്ള ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന പെയിൻറ്റിങ്ങുകളും. തിരുനന്തിക്കര ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാഗമല്ല, തമിഴ്നാട് കന്യാകുമാരി ജില്ലയുടെ ഭാഗമാണ്. തിരുനന്തിക്കരയിൽ നിന്നാണ് നമുക്ക് ആദ്യമായിട്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രദേശമായിരുന്നൊരു സ്ഥലത്ത് നിന്ന് ആദ്യമായിട്ട് പഴക്കമുള്ള ചുവർച്ചിത്രങ്ങളൊക്കെ കിട്ടുന്നത് തിരുനന്തിക്കരയിൽ നിന്നാണ്. പക്ഷേ ഇന്നത് തമിഴ്നാടിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഏറ്റവും വലിയ ചുവർച്ചിത്രം ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എവിടെയാണ്? കൃഷ്ണപുരം കൊട്ടാരത്തിലുള്ള. നിങ്ങൾ ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന പെയിൻറ്റിങ് കണ്ടിട്ടില്ലെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. അതാ ഈ കാണുന്ന ചിത്രമാണ് ആ ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന നമ്മുടെ കൃഷ്ണപുരം പാലസിൽ സൂക്ഷിച്ചിട്ടുള്ള ആ കേരളത്തിലെ ഏറ്റവും വലിയ ചുവർച്ചിത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അറുപ്പുകൈ, വട്ടയൻ തിരിപ്പ്, പിള്ളതാങ്ങി എന്നീ പദങ്ങൾ താഴെ പറയുന്ന കലകളിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അറുപ്പുകൈ, വട്ടയൻ തിരിപ്പ്, പിള്ളതാങ്ങി എന്നീ പദങ്ങൾ താഴെ പറയുന്ന കലകളിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കളരിപ്പയറ്റ്, ഓപ്ഷൻ ബി കോൽക്കളി, ഓപ്ഷൻ സി തെയ്യം, ഓപ്ഷൻ ഡി മകം കളി. അപ്പം അറുപ്പുകൈ, വട്ടയം തിരിപ്പ്, പിള്ളതാങ്ങി എന്നീ പറയുന്ന പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പദങ്ങൾ കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങളാണ്. അറുപ്പുകൈ, വട്ടയം തിരിപ്പ്, പിള്ളതാങ്ങി എന്നൊക്കെ പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? ഈ പറയുന്ന കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങളാണ്. ഓക്കെ, അടുത്തത് ചോദ്യം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ഓപ്ഷൻ എ നാടോടി നൃത്തം, ഓപ്ഷൻ ബി ഭരതനാട്യം, ഓപ്ഷൻ സി മോഹിനിയാട്ടം, ഓപ്ഷൻ ഡി ഒഡീസി. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തമിഴ്നാടിൻ്റെ തനതായിട്ടുള്ള നൃത്തരൂപമായിട്ടുള്ള ഭരതനാട്യമാണ് കേട്ടോ. അപ്പോൾ ചലിക്കുന്ന കാവ്യം എന്ന് പറയുന്നത് ഭരതനാട്യമാണ് എന്ന് ഓർത്തുകൊള്ളുക. അടുത്ത ചോദ്യം. കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിതയാര്? ആ വനിതയുടെ ചിത്രമാണ് നിങ്ങൾ മുകളിൽ കാണുന്നത്. കലാമണ്ഡലം പത്മാവതി, കലാമണ്ഡലം രേവതി, കലാമണ്ഡലം പത്മ, കലാമണ്ഡലം ദേവകി. ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ ചോദ്യം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കലാമണ്ഡലത്തിൽ നിന്നും ആദ്യമായിട്ട് തുള്ളൽ പഠിച്ചിറങ്ങിയ ഈ വനിത അല്ലെങ്കിൽ ഈ അമ്മ ഈ അടുത്ത സമയത്താണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പോൾ അവർ മരിച്ചതിന് ശേഷം വന്നൊരു ചോദ്യ പേപ്പറിൽ നിന്നുണ്ടായിരുന്ന ചോദ്യമാണ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് കലാമണ്ഡലം ദേവകിയാണ്. കലാമണ്ഡലം ദേവകിയമ്മയുടെ ചിത്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. കലാമണ്ഡലം ദേവകിയാണ് അല്ലെങ്കിൽ ദേവകിയമ്മയാണ് കലാമണ്ഡലത്തിൽ നിന്നും പുരുഷന്മാർ മാത്രം പഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പുരുഷന്മാരുടെ കുത്തകയായിരുന്ന ഒരു കലാരൂപത്തിലേക്ക് ആദ്യമായിട്ടൊരു വനിത എത്തുകയും കലാമണ്ഡലത്തിൽ നിന്ന് ഒഫീഷ്യലി എന്ത് ചെയ്യുന്നത് തുള്ളൽ പഠിച്ചിറങ്ങുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തുള്ളലുകൾ അവതരിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് ആര്? കലാമണ്ഡലം ദേവകിയമ്മ. അപ്പോൾ കൊള്ളുക, കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യത്തെ വനിതയാണ് കലാമണ്ഡലം ദേവകിയമ്മ. ഓക്കെ, അടുത്തത് 44 എന്ന് കൊടുത്തിരിക്കുന്ന ചോദ്യ നമ്പറാണ്. ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിൻ്റെ പേര്. ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിൻ്റെ പേര്. ഓപ്ഷൻ എ കൂടിയാട്ടം, ഓപ്ഷൻ ബി കഥകളി, ഓപ്ഷൻ സി ഓട്ടൻതുള്ളൽ, ഓപ്ഷൻ ഡി കേരള നടനം. അപ്പോൾ ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിൻ്റെ പേര് എന്ന് പറയുന്നത് കേരള നടനമാണ്. കേരള നടനം. ഇനി കേരള നടനം എന്ന് പറയുന്ന കലാരൂപം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏത് കലാരൂപത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരള നടനം ഉണ്ടാക്കി അല്ലെങ്കിൽ കേരള നടനം എന്ന് പറയുന്ന ഒരു കലാരൂപം ചിട്ടപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഥകളിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗുരു ഗോപിനാഥ് എന്ന് പറയുന്ന നർത്തകൻ, അദ്ദേഹം ഈ കഥകളിയുടെ ഒരു പ്രായോഗികമായിട്ടുള്ള പരിശീലനത്തിന് ഏകദേശം 12 വർഷത്തോളം വേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള പഠനം അല്ലെങ്കിൽ ആ കരിക്കുലം അല്ലെങ്കിൽ ആ ഒരു സിലബസ് പകുതിയാക്കുകയും കുറച്ചുകൂടി അതിനെ ജനകീയമാക്കുവാനായിട്ട് ഇന്ത്യ ഒട്ടാകെ ട്രാവൽ ചെയ്യുകയും ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ ഈ കഥകളി എന്ന് പറയുന്ന കലാരൂപം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കഥകളിയിൽ കുറച്ചുകൂടി നൃത്തത്തിൻ്റെ എലമെൻറ്റ്സ് കൂടുതലുണ്ടെങ്കിൽ നന്നാവും എന്നുള്ളൊരു ആശയം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉദിക്കുകയും കഥകളിയിൽ കുറച്ചും കൂടി നൃത്താവിഷ്കാരങ്ങൾ കൂട്ടുകയും അങ്ങനെ അദ്ദേഹം കഥകളി നൃത്തം എന്ന് പറഞ്ഞിട്ട് ഒരു നൃത്തം രൂപീകരിക്കുകയും ചെയ്തു. കഥകളി നൃത്തം അങ്ങനെയായിരുന്നു ആദ്യത്തെ പേര്. ആ കഥകളി നൃത്തമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? കേരള നടനം എന്ന് പറയുന്ന കലാരൂപമായിട്ട് മാറുന്നത്. അപ്പോൾ ഏത് കലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരള നടനം ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥകളി അടിസ്ഥാനപ്പെടുത്തിയാണ്. ആരാണ് ഇത് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരു ഗോപിനാഥാണ്. ഗുരു ഗോപിനാഥിൻ്റെ പേരിൽ ഗുരു ഗോപിനാഥിൻ്റെ മരണത്തിന് ശേഷം കേരള ഗവൺമെൻറ് ഗുരു ഗോപിനാഥ് നടന ഗ്രാമം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഗുരു ഗോപിനാഥ് നടന ഗ്രാമം എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തന്നെയാണ് നാഷണൽ
ഡാൻസ് മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഡാൻസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? ഈ പറയുന്ന ഗുരു ഗോപിനാഥ് നന്നഗ്രാമത്തിൽ തന്നെയാണ്. നാഷണൽ ഡാൻസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. അപ്പോൾ അതുകൂടി അതിൻ്റെ ഭാഗമായിട്ട് ഓർത്തുകൊള്ളുക. ഓക്കെ, അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകമേത്? ഓപ്ഷൻ എ ആനന്ദമഠം, ഓപ്ഷൻ ബി നീൽ ദർപ്പൺ, ഓപ്ഷൻ സി ഭാരതമാത, ഡി നിബന്ധമാല. ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് നീൽ ദർപ്പണ അല്ലേ. നമ്മൾ 1857-58 കാലഘട്ടത്തിൽ ബംഗാളിലുണ്ടായിട്ടുള്ള നീലം കർഷകരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട് ഹിസ്റ്ററിയിൽ അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ദീനബന്ധു മിത്ര എന്ത് ചെയ്തിട്ടുള്ളത്? ബംഗാളി ഭാഷയിലാണ് ഈ നാടകം ഉള്ളത്. ബംഗാളി ഭാഷ കൂടി ഓർത്തു വെക്കുക. ബംഗാളി ഭാഷയിലാണ് നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകമുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. യെസ്, ടിപ്പുവിൻ്റെ പടയോട്ടം ചുമർചിത്രമായി ചിത്രണം ചെയ്തിട്ടുള്ള പള്ളി ഏത് എന്നുള്ളതാണ്. ടിപ്പുവിൻ്റെ പടയോട്ടം ചുമർചിത്രമായി ചിത്രണം ചെയ്യപ്പെട്ടിട്ടുള്ള പള്ളി. ഓപ്ഷൻ എ ചേപ്പാട് പള്ളി, ഓപ്ഷൻ ബി കാഞ്ഞൂര് പള്ളി, ഓപ്ഷൻ സി കൊരട്ടിപ്പള്ളി ആൻഡ് ഡി അകപ്പറമ്പ് പള്ളി. ഓപ്ഷൻ എ ചേപ്പാട് പള്ളി, ഓപ്ഷൻ ബി കാഞ്ഞൂര് പള്ളി, ഓപ്ഷൻ സി കൊരട്ടിപ്പള്ളി, ഓപ്ഷൻ ഡി അകപ്പറമ്പ് പള്ളി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ടിപ്പുവിൻ്റെ പടയോട്ടം ചിത്രണം ചെയ്തിട്ടുള്ളത് കാഞ്ഞൂര് പള്ളിയിലാണ്. കാഞ്ഞൂര് പള്ളി എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്തുള്ളൊരു സ്ഥലമാണ് കാഞ്ഞൂർ എന്ന് പറയുന്നത്. കാഞ്ഞൂര് പള്ളിയിലാണ് ടിപ്പുവിൻ്റെ പടയോട്ടം എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ അല്ലെങ്കിൽ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് ആര്? പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു ചിത്രമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്നൊരു ചിത്രമാണ്. അത് വരച്ചതാരാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ലിയോണാർഡോ ഡാവിഞ്ചി, ഓപ്ഷൻ ബി റാഫേൽ സാൻസിയോ, ഓപ്ഷൻ സി പോൾ സെസാൻ, ഡി വിൻസെൻ്റ് വാൻ ഗോഗ്. പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്ന ചിത്രം വരച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന് പറയുന്ന ചിത്രം വരച്ചിട്ടുള്ളത് വിൻസെൻ്റ് വാൻ ഗോഗ് ആണ്. വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ചിത്രങ്ങളിലൊന്നാണ് പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തുകൊള്ളുക. വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ചിത്രം നിങ്ങൾക്കറിയാം, സൂര്യകാന്തി പൂക്കൾ അല്ലെങ്കിൽ സൺഫ്ലവേഴ്സ്, സൂര്യകാന്തി പൂക്കൾ. നമ്മൾ പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്തൊക്കെ, ഹോട്ടൽസിലൊക്കെ റൂം എടുക്കുന്ന സമയത്തൊക്കെ, റിസപ്ഷനിലൊക്കെ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒന്നായിരിക്കും സൂര്യകാന്തി പൂക്കൾ. ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ സൂര്യകാന്തി പൂക്കളും ഈ പറഞ്ഞ പൊട്ടറ്റോ ഈറ്റേഴ്സും ഒക്കെ വരച്ചിട്ടുള്ളത് വിൻസെൻ്റ് വാൻ ഗോഗാണ്. അടുത്ത ചോദ്യം. ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? അന്ത്യവിധി എന്ന് പറയുന്നത് മറ്റൊരു പെയിൻറ്റിംഗ് ആണ്. അത് ആരുടെയാണ് ആ പെയിൻറ്റിംഗ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ മൈക്കൽ ആഞ്ചലോ, ഓപ്ഷൻ ബി ലിയോണാർഡോ ഡാവിഞ്ചി, സി റാഫേൽ, ഡി ബ്രൂണലേഷി. സോ ഓപ്ഷൻ എ മൈക്കൽ ആഞ്ചലോ, ബി ലിയോണാർഡോ ഡാവിഞ്ചി, സി റാഫേൽ, ഡി ബ്രൂണലേഷി. ആരാണ്? ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന അന്ത്യവിധി എന്ന് പറയുന്ന പെയിൻറ്റിങ് ഓപ്ഷൻ എ മൈക്കൽ ആഞ്ചലോയുടെ ചിത്രമാണ്. ഓപ്ഷൻ എ മൈക്കൽ ആഞ്ചലോയുടെ ചിത്രമാണ് ഏതെന്ന് പറയുന്നത് ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു പെയിൻറ്റിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതേ പേരിൽ തന്നെ ദ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്നത് അല്ലേ. ദ ലാസ്റ്റ് സപ്പർ. ദ ലാസ്റ്റ് സപ്പർ വരച്ചത് ആരാണ്? ദ ലാസ്റ്റ് സപ്പർ അല്ലെങ്കിൽ അന്ത്യത്താഴം. ദ ലാസ്റ്റ് സപ്പർ. ദ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന പെയിൻറ്റിംഗ് ഉള്ളത് ചെയ്തിട്ടുള്ളത് ലിയോണാർഡോ ഡാവിഞ്ചിയാണ്. ഡാവിഞ്ചിയുടെ ചിത്രമാണ് ഏത്? ലാസ്റ്റ് സപ്പർ. എന്നാൽ ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് മൈക്കൽ ആഞ്ചലോയുടെ ചിത്രമാണ്. അപ്പോൾ രണ്ടും തമ്മിൽ തെറ്റിപ്പോകരുത്, ഓർത്തുകൊള്ളുക കേട്ടോ. ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് മൈക്കൽ ആഞ്ചലോ, ലാസ്റ്റ് സപ്പർ ലിയോണാർഡോ ഡാവിഞ്ചി അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, ഇത് നമുക്ക് ആ ചിത്രങ്ങളൊക്കെ ഒന്ന് കാണാം. ചിത്രത്തിൽ ആദ്യം നിങ്ങൾ കാണുന്നതാണ് ഈ ചിത്രമാണ് പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ചിത്രം. പൊട്ടറ്റോ ഈറ്റേഴ്സ്. രണ്ടാമത് കാണുന്നതാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് മൈക്കൽ ആഞ്ചലോയുടെ ചിത്രമാണ് നിങ്ങൾ രണ്ടാമത് കാണുന്നത്. ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് ആണ് ഈ ചിത്രം എന്ന് പറയുന്നത്. മറ്റൊരു ചിത്രം കൂടിയുണ്ട്. ഇല്ല. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോൾ രണ്ട് ചിത്രങ്ങൾ കണ്ടല്ലോ. ഇതാണ് പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്ന ചിത്രം. രണ്ടാമത് കാണുന്നതാണ് ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന ചിത്രം. അടുത്ത ചോദ്യം. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര്?
ഓപ്ഷൻ എ ബാലരമ, ബി യുറീക്ക, സി തളിര്, ഡി ബാലഭൂമി. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് ഏതാണ്? ഓപ്ഷൻ സി തളിരാണ്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്ന ബാലസാഹിത്യ മാസിക ഏതാണ്? തളിരാണ്. യുറേക്ക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? യുറേക്ക ആരാണ് പുറത്തിറക്കുന്നത്? യുറേക്ക പുറത്തിറക്കുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. പരിഷത്ത് പുറത്തിറക്കുന്ന പുസ്തകമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് കാണത്തില്ല, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, KSSP എന്നേ കാണത്തുള്ളൂ കേട്ടോ. KSSP പരിഷത്ത് പുറത്തിറക്കുന്ന പുസ്തകമാണ് യുറേക്ക എന്ന് പറയുന്നത്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്ന പുസ്തകമാണ് തളിരെന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടും തമ്മിൽ തെറ്റിപ്പോയത്. ബാലരമ അറിയാമല്ലോ, ബാലരമ എന്ന് പറയുന്നത് മലയാള മനോരമയുടെ പ്രസിദ്ധീകരണമാണ്. ബാലഭൂമി എന്ന് പറയുന്നത് ഏതാണ്? ബാലഭൂമി എന്ന് പറയുന്നത് മാതൃഭൂമിയുടെ പ്രസിദ്ധീകരണമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വരയുടെ പരമശിവനെന്ന് VKN വിശേഷിപ്പിച്ചതാര്? വരവിയുടെ പരമശിവനെന്ന് VKN വിശേഷിപ്പിച്ചതാരെ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ വിഷ്ണു നാരായണൻ നമ്പൂതിരി, ബി പരമേശ്വരൻ നമ്പൂതിരി, സി KM വാസുദേവൻ നമ്പൂതിരി, ഡി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ആരെയാണ് VKN വരയുടെ പരമശിവൻ എന്ന് വിശേഷിപ്പിച്ചത്? ചിലപ്പോൾ ഇങ്ങനെ പേരുകൾ തന്നിട്ടുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. ആൻസർ വരുന്നത് KM വാസുദേവൻ നമ്പൂതിരിയാണ്. KM വാസുദേവൻ നമ്പൂതിരി എന്ന് എഴുതുന്നതുകൊണ്ടായിരിക്കും നമുക്ക് മനസ്സിലാവാതെ പോകുന്നത്. KM വാസുദേവൻ നമ്പൂതിരി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പേരിൽ അദ്ദേഹത്തോട് പറയും ആർട്ടിസ്റ്റ് നമ്പൂതിരി. ആർട്ടിസ്റ്റ് നമ്പൂതിരി ഇപ്പോൾ പിടികിട്ടി കാണും അല്ലേ? ആർട്ടിസ്റ്റ് നമ്പൂതിരി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് നമ്പൂതിരി അടുത്ത സമയത്താണ് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ മരണത്തിന് ശേഷം ഉണ്ടായ അല്ലെങ്കിൽ ആ ഒരു ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്. അപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടുകൊള്ളൂ. ഇതാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ വരകളാണ് നിങ്ങൾ രണ്ട് സൈഡിലായിട്ട് കാണുന്നത്. ആർട്ടിസ്റ്റ് നമ്പൂതിരി ഏറ്റവും കൂടുതൽ ഫേമസ് ആവുന്നത് ഇല്ലുസ്ട്രേഷനിലൂടെ അല്ലെങ്കിൽ രേഖാചിത്രങ്ങൾ വരയ്ക്കുന്നതിലൂടെയാണ്. നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലും മറ്റു മാഗസിൻസിലൊക്കെ കണ്ടിട്ടുള്ള പ്രത്യേകിച്ച് എന്താ പറയുക ഇല്ലുസ്ട്രേഷൻസ് അല്ലെങ്കിൽ രേഖാചിത്രങ്ങൾ കൂടുതലും ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെയാണ്. അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ നമ്പൂതിരി വരച്ചിട്ടുള്ളത് സ്ത്രീകളുടെ ചിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാതൃഭൂമി ബുക്സ് ഈ അടുത്ത സമയത്ത് നമ്പൂതിരിയുടെ മരണത്തിന് മുമ്പായിട്ട് നമ്പൂതിരിയുടെ സ്ത്രീകളെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നമ്പൂതിരിയുടെ തിരഞ്ഞെടുത്ത സ്ത്രീകളെന്ന് പറഞ്ഞിട്ട് നമ്പൂതിരി വരച്ചിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടൊരു പുസ്തകം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തിറങ്ങുന്നുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസിൽ എക്സ്പ്രഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ ആളുകളെ പെട്ടെന്ന് വരയ്ക്കുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് നമ്പൂതിരി. നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ധാരാളം ചിത്രങ്ങൾ കാരിക്കേച്ചറുകളൊക്കെ ആരുടെയാണ്? ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ ചോദ്യം ആൻസർ ചെയ്തേനെ അല്ലേ? സോ KM വാസുദേവൻ നമ്പൂതിരി എന്നാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ശരിക്കുള്ള പേര് കേട്ടോ. അടുത്ത ചോദ്യം. മൈക്കൽ ആഞ്ചലോയുടെ ലാ പിയാത്ത എന്ന ശില്പത്തിൻ്റെ മലയാള അർത്ഥം? ഓപ്ഷൻ എ സ്നേഹം, ബി ദയ, സി ത്യാഗം, ഡി കരുണ. ഇനി ലാ പിയാത്ത എന്ന് പറയുന്ന ശില്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കേരളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും പള്ളികളുടെ മുമ്പിൽ കാണുന്നൊരു ശില്പമുണ്ട്. ഇത് ഈ ശില്പമാണ് അല്ലേ? മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന ജീസസ് ക്രൈസ്റ്റിൻ്റെ ശില്പം. ഇതാണ് ലാ പിയാത്ത എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള മൈക്കൽ ആഞ്ചലോയുടെ ശില്പം എന്ന് പറയും അല്ലേ? ഇനി എന്താണ് ഇതിൻ്റെ ഭാവം അല്ലെങ്കിൽ എന്താണ് ലാ പിയാത്തയുടെ അർത്ഥം, മലയാള അർത്ഥം? ഇവിടെ ഓപ്ഷനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സ്നേഹം, ദയ, ത്യാഗം, കരുണ. ആ ശില്പം കാണുന്ന സമയത്ത് നമുക്ക് തോന്നും അയ്യോ ഇതെല്ലാം ഓപ്ഷനായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് ആ ചിത്രം കാണുമ്പോൾ അയ്യോ ഇതെല്ലാം ഉണ്ടല്ലോ, സ്നേഹമുണ്ടല്ലോ, ദയുണ്ടല്ലോ, കരുണയുണ്ടല്ലോ എന്നൊക്കെ തോന്നും. ആക്ച്വലി ലാ പിയാത്ത എന്ന് പറയുന്ന ശില്പത്തിൻ്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത് കരുണ എന്നാണ്. പിയാത്ത എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ വേർഡാണ്. അതിൽ നിന്നാണ് കരുണ എന്ന് പറയുന്ന ഇതുണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കരുണയാണ് ലാ പിയാത്ത എന്ന് പറയുന്ന ശില്പത്തിൻ്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ റെയറായിട്ട് നമുക്ക് കിട്ടുന്ന ചില ചോദ്യങ്ങൾ അല്ലേ? നമ്മളങ്ങനെ അത്രയും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സൂക്ഷ്മമായിട്ട് നോക്കിയത് കൊണ്ടാണ് ഇങ്ങനത്തെ വളരെ റെയറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ മറക്കാതെ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അടുത്തത്. കഥകളിക്ക് ആലംബമായിരിക്കുന്ന സാഹിത്യ രൂപത്തിൻ്റെ പേര്. കഥകളിക്ക് ആലംബമായിരിക്കുന്ന സാഹിത്യ രൂപത്തിൻ്റെ പേര്. ഓപ്ഷൻ എ രാമനാട്ടം, ഓപ്ഷൻ ബി കൃഷ്ണനാട്ടം, ഓപ്ഷൻ സി ആട്ടക്കഥ, ഓപ്ഷൻ ഡി രാമചരിതം. കഥകളിക്ക് ആലംബമായിരിക്കുന്ന സാഹിത്യ രൂപത്തിൻ്റെ പേര്. ഇപ്പോൾ കുറേ ആൾക്കാരെങ്കിലും വിചാരിച്ച് കാണും ഓപ്ഷൻ എ രാമനാട്ടമായിരിക്കും അല്ലേ? അല്ല. ഏതാണ് ആൻസർ വരിക? സി ആട്ടക്കഥയാണ്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? കഥകളിക്ക് ആലംബമായിരിക്കുന്ന സാഹിത്യ രൂപത്തിൻ്റെ പേരെന്തെന്നാണ് അല്ലേ? കഥകളിക്ക് ആലംബമായിരിക്കുന്ന സാഹിത്യ രൂപം. നമുക്കറിയാം കഥകളിയുടെ സാഹിത്യ രൂപം അറിയപ്പെടുന്ന എന്തെന്നാ?
ആട്ടക്കഥ എന്ന, അല്ലേ? കഥകളിയുടെ സാഹിത്യ രൂപം അറിയപ്പെടുന്ന എന്താണ്? ആട്ടക്കഥകളാണ്, അല്ലേ? ആട്ടക്കഥകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ പാട്ടുകളുടെ ചിത്രീകരണമാണ് എന്തെന്ന് പറയുന്നത്? കഥകളി എന്ന് പറയും. ഇപ്പം കൊട്ടാരക്കര തമ്പുരാനോ ഇരയിമ്മൻ തമ്പിയോ പോലുള്ള ആളുകൾ ധാരാളം ആട്ടക്കഥകൾ എഴുതിയിട്ടുണ്ട്, അല്ലേ? ആട്ടക്കഥകൾ. ആ ആട്ടക്കഥകളുടെ അഭിനയാവതരണമാണ്, അല്ലെങ്കിൽ ദൃശ്യാവിഷ്കരണമാണ് എന്തെന്ന് പറയുന്നത്? കഥകളി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് രാമനാട്ടം കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? കഥകളിക്ക് ആലംബമായിരിക്കുന്ന സാഹിത്യ രൂപമാണ് എന്തെന്ന് പറയുന്നത്? ആട്ടക്കഥ എന്ന് പറയുന്നത്. ഇനി വേറെ രീതിയിൽ ഈ ചോദ്യത്തെ നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാം. കഥകളിക്ക് ആലംബമായിരിക്കുന്ന കലാരൂപത്തിൻ്റെ പേരെന്നോ, അല്ലെങ്കിൽ കഥകളിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നതെന്നോ, അല്ലെങ്കിൽ ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായതെന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും ആൻസർ? രാമനാട്ടമായിട്ട് നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ ആൻസർ എന്തായിട്ട് മാറും? രാമനാട്ടമായിട്ട് മാറും. കഥകളിക്ക് ആലംബമായിരിക്കുന്ന കലാരൂപത്തിൻ്റെ പേരെന്നോ, കഥകളിയുടെ മുൻഗാമി എന്നോ, അല്ലെങ്കിൽ ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായതെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്തായിട്ട് വരും ആൻസർ? രാമനാട്ടമായിട്ട് വരും. പക്ഷേ കഥകളിക്ക് ആലംബമായിരിക്കുന്ന സാഹിത്യ രൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കഥകളിയുടെ സാഹിത്യ രൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആട്ടക്കഥകളാണ്. രാമായണം കഥകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആളുകൾ എഴുതിയിരിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൊട്ടാരക്കര തമ്പുരാനെ പോലെയും അല്ലെങ്കിൽ ഇരയിമ്മൻ തമ്പിയെ പോലെയുള്ള ആളുകൾ എഴുതിയിരിക്കുന്നതാണ് എന്ന് പറയുന്ന ആട്ടക്കഥകൾ. ആ ആട്ടക്കഥകളുടെ ദൃശ്യാവിഷ്കാരമാണ് കഥകളി എന്നും ഓർത്തുകൊള്ളുക. അപ്പോൾ ആൻസർ എന്താ വരിക? ആട്ടക്കഥ. അടുത്ത ചോദ്യം, കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേരെന്ത്? കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ തിരനോട്ടം, ഓപ്ഷൻ ബി പുറപ്പാട്, സി കേളികൊട്ട്, ഡി തോടയം. ഓപ്ഷൻ എ തിരനോട്ടം, ഓപ്ഷൻ ബി പുറപ്പാട്, ഓപ്ഷൻ സി കേളികൊട്ട്, ഓപ്ഷൻ ഡി തോടയം. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങെന്ന് പറയുന്നത് ഏതാണ്? കഥകളിയിലെ ആദ്യത്തെ ചടങ്ങെന്ന് പറയുന്നത് കേളികൊട്ട് എന്ന് പറയുന്ന ചടങ്ങാണ്. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങെന്ന് പറയുന്നത് കേളികൊട്ട് എന്ന് പറയുന്ന ചടങ്ങ്. എന്താ കേളികൊട്ടെന്ന് പറയുന്ന ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുക? ഇത്ര സമയത്ത് അല്ലെങ്കിൽ ഇത്ര മണി നേരത്ത് ഇന്ന സ്ഥലത്ത് കഥകളി നടക്കുന്നുണ്ട് എന്ന് ദേശക്കാരെ കൊട്ടി അറിയിക്കുന്ന ചടങ്ങാണെന്തെന്ന് പറയുന്നത് കേളികൊട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര മണിക്ക് കഥകളി നടക്കുന്നുണ്ട് എന്ന് ദേശക്കാരെ അറിയിക്കുന്ന ചടങ്ങാണ് കേളികൊട്ടെന്ന് പറയുന്നത്. അതിനകത്ത് ചെണ്ട ഉപയോഗിക്കും. കേളികൊട്ടെന്ന് പറഞ്ഞ ചടങ്ങിൽ ചെണ്ടയും മദ്ദളവും ചേർന്ന് പ്രധാനമായിട്ട്, ചെണ്ട, മദ്ദളം, ഇലത്താളം, ചെങ്ങില, ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് അവതരിപ്പിക്കുക? ഈ കേളികൊട്ട് എന്ന് പറയുന്ന ഈ വിളിച്ചു പറയൽ, അല്ലെങ്കിൽ കഥകളി നടക്കുന്നുണ്ടെന്നുള്ള ഈ കേളികൊട്ട് അവതരിപ്പിക്കുന്നത് ഈ ഇൻസ്ട്രുമെൻറ്റ്സോട് കൂടിയിട്ടാണ്. ചെണ്ട ഉപയോഗിക്കും, മദ്ദളം ഉപയോഗിക്കും, ചേങ്ങില, ഇലത്താളം, ഇത്രയും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, കേളികൊട്ട് തുടങ്ങിയ ധാരാളം ചടങ്ങുകളുണ്ട് കേട്ടോ. കേളികൊട്ട്, അരങ്ങുകളി എന്ന് പറഞ്ഞാൽ കഥകളി തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്നതാണ്. കേളികൊട്ട്, അരങ്ങുകളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാഭിനയം, അതിനുശേഷം ഏറ്റവും അവസാനം എന്താണ്? ധനാശി പാടി അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, അല്ലേ? ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നീളുന്ന ചടങ്ങുകളാണ് കഥകളിയിലുള്ളത്. ഏതൊക്കെയാണ്? കേളികൊട്ട്, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാഭിനയം, ഏറ്റവും അവസാനമായിട്ട് ധനാശി പാടൽ. ഇത്രയുമാണ് കഥകളിയിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ചടങ്ങ് എന്താണ്? കേളികൊട്ടാണ്. ഇനി അരങ്ങുകേളി എന്ന് പറഞ്ഞാൽ കഥകളി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കേളികൊട്ടിൽ ചെണ്ട ഉപയോഗിക്കും, പക്ഷേ അരങ്ങുകേളിയിൽ എന്ത് ഉപയോഗിക്കില്ല? ചെണ്ട ഉപയോഗിക്കില്ല. ആ സമയത്ത് എന്താ പറയുക, ചെണ്ടയെ നമ്മൾ കാണുന്ന അസുരവാദ്യമായിട്ടാണ്. അവിടെ പ്രാധാന്യം മദ്ദളത്തിനാണ്. മദ്ദളം ദേവവാദ്യമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് അരങ്ങുകേളിയിൽ എന്താണ് ഉപയോഗിക്കുക? മദ്ദളമാണ് ഉപയോഗിക്കുക. കേളികൊട്ടിലാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുക? ചെണ്ട ഉപയോഗിക്കുക. പിന്നെ കഥ തുടങ്ങിക്കഴിഞ്ഞിട്ട് ചെണ്ട ഉപയോഗിക്കും. എന്നാൽ ആദ്യത്തെ ചടങ്ങിൽ ഉപയോഗിക്കുന്ന ചെണ്ടയെ പിന്നെ രണ്ടാമത്തെ ചടങ്ങിൽ എന്ത് ചെയ്യുന്നില്ല? കളി തുടങ്ങിക്കഴിഞ്ഞു എന്ന് അറിയിക്കുന്ന അരങ്ങുകേളി എന്ന് പറയുന്ന ചടങ്ങിൽ ചെണ്ട എന്ത് ചെയ്യുന്നില്ല? ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതൊന്ന് ഓർത്തുകൊള്ളുക. ഇനി ഈ ചോദ്യം തന്നെ നമുക്ക് പല രീതിയിൽ പറഞ്ഞു നോക്കാം. ഇപ്പോൾ കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേരെന്ന് പറയുമ്പോൾ ആൻസർ സി, കേളികൊട്ടായി. ഇനി കഥകളിയിലെ ആദ്യത്തെ പാട്ടിൻ്റെ പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്തായിട്ട് വരും? ആൻസർ തിരനോട്ടമായിട്ട് വരും. കഥകളിയിൽ പാട്ടിന് പ്രാധാന്യമുണ്ട് നമുക്കറിയാം, അല്ലേ? സംഗീതത്തിനും പ്രാധാന്യമുണ്ട്, അഭിനയത്തിനും പ്രാധാന്യമുണ്ട്. അപ്പം കഥകളിയിലെ മുഖ്യമായിട്ടും പാട്ട് പാടുന്ന ആളെ നമ്മൾ വിളിക്കുന്നത് പൊന്നാനി എന്നാണ്. കഥകളിയിലെ മുഖ്യ ഗായകനെ നമ്മൾ വിളിക്കുന്നത് പൊന്നാനി എന്നാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഏറ്റുപാടുന്ന ആൾക്കാരുണ്ടാവും. ഏറ്റുപാടുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് ശിങ്കിടികൾ എന്നാണ്. അതുകൊണ്ടാണ് ശിങ്കിടി പാടുക എന്ന് പറഞ്ഞാൽ ഏറ്റുപാടുക, അല്ലെങ്കിൽ ഏറ്റുപാടുക എന്നുള്ളതിൻ്റെ മറ്റൊരു ശൈലിയാണ് ശിങ്കിടി പാടുക എന്ന് പറയും കേട്ടോ. അപ്പോൾ ഏറ്റുപാടുക എന്ന് പറഞ്ഞാൽ ശിങ്കിടി പാടുക. അപ്പോൾ പൊന്നാനിയാണ് കഥകളിയിലെ മുഖ്യ ഗായകൻ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിംഗർ എന്ന് പറയുന്ന ആരാണ്? പൊന്നാനിയാണ്. കൂടെ പാടുന്ന ആൾക്കാരുടെ പേരാണ് ശിങ്കിടി എന്ന്. അപ്പോൾ ഈ പൊന്നാനി ആദ്യമായിട്ട് പാടുന്ന പാട്ടാണ് എന്തെന്ന് പറയുന്നത്? തിരനോട്ടം എന്ന് പറയുന്നത്. പൊന്നാനിയുടെ കയ്യിലുണ്ടാവുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ചെങ്ങില. ശിങ്കിടികളുടെ കയ്യിലുണ്ടാവുന്നത് ഇലത്താളമാണ് കേട്ടോ. പൊന്നാനിയുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുക ചേങ്ങിലയായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചേങ്ങില എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ്. അതായിരിക്കും മൂപ്പറുടെ കയ്യിലുണ്ടാവുക. ശിങ്കിടികളുടെ കയ്യിലായിരിക്കും
ഇലത്താളം ഉണ്ടാവുക കേട്ടോ. ഇനി ഈ ചോദ്യം തന്നെ വേറൊരു രീതി ചോദിക്കും. കഥകളിയിൽ കഥാപാത്രങ്ങൾ പ്രവേശിക്കുന്ന ചടങ്ങിൻ്റെ പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറപ്പാട് എന്നാണ്. കഥകളിയിൽ കഥാപാത്രങ്ങൾ, അതിന് മുമ്പ് കുറേ ചടങ്ങുകളുണ്ട്. നമ്മൾ പറഞ്ഞ കേളികൊട്ട്, അരങ്ങുകേളി, വന്ദന ശ്ലോകം, തോടയം, വന്ദന ശ്ലോകം, അതിനുശേഷമാണ് പുറപ്പാട് വരിക. അപ്പോൾ ആദ്യത്തെ 4 ചടങ്ങിലും കഥാപാത്രങ്ങളായിട്ട് എന്ത് ചെയ്യുന്നില്ല, പ്രവേശിക്കുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക കഥ പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കഥാപാത്രങ്ങളായിട്ട് അഭിനേതാക്കൾ വരുന്നത് ഏത് ചടങ്ങ് മുതലാണ്? പുറപ്പാട് മുതലാണ്. അപ്പോൾ ചോദ്യം ഇങ്ങനെ വരും, കഥകളിയിൽ കഥാപാത്രങ്ങൾ പ്രവേശിക്കുന്ന ചടങ്ങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറപ്പാടാണ്. ഇതാ തൊട്ട് താഴത്തെ ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി, തൊട്ട് താഴത്തെ ചോദ്യം നോക്കിയേ. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ധനാശി പാടുക, ശിങ്കിടി പാടുക, ഭരതവാക്യം, നക്ഷത്രമണിക്കുക. ശിങ്കിടി പാടുക എന്ന് പറഞ്ഞാൽ ഏറ്റുപാടുക കേട്ടോ. അത് കഥകളിയിൽ നിന്നുണ്ടായിട്ടുള്ളൊരു എന്താ പറയുക, പഴഞ്ചൊല്ല് പോലെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഏറ്റുപാടുക എന്ന് പറഞ്ഞാൽ ശിങ്കിടി പാടുക. ശിങ്കിടി എന്ന് പറഞ്ഞാൽ ആരാ? പൊന്നാനിയുടെ കൂടെ ഏറ്റുപാടുന്ന ആൾക്കാരെയാണ് നമ്മൾ ശിങ്കിടികൾ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് കേളികൊട്ട്, കഥകളിയിൽ ആദ്യമായിട്ട് പാടുന്ന പാട്ട് തിരനോട്ടം, കഥകളിയിൽ കഥാപാത്രങ്ങൾ പ്രവേശിക്കുന്ന ചടങ്ങ് പുറപ്പാട്. ഓക്കെ, അടുത്ത ചോദ്യം. പ്രതിമകളുടെ നഗരമെന്ന് വിശേഷണമുള്ള കേരളത്തിലെ ജില്ല? ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി തൃശ്ശൂർ, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഡി കൊല്ലം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒന്നാണ് പ്രതിമകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറേ പ്രതിമകളുടെ ലിസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് അല്ലേ. അപ്പോൾ നോക്കിക്കൊള്ളുക, പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ളത് തിരുവനന്തപുരമാണ്. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ളത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ടുള്ള പ്രതിമകളെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. തിരുവനന്തപുരമാണ്. ഇനി ശില്പങ്ങളുടെ നഗരമാണെന്നുണ്ടെങ്കിൽ ശില്പങ്ങളുടെ നഗരമാണെങ്കിൽ ശില്പങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. ശില്പങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. ഓക്കെ, അപ്പോൾ തെറ്റിപ്പോരുത്. പ്രതിമകളുടെ നഗരം എന്ന് പറയുന്നത് തിരുവനന്തപുരവും ശില്പങ്ങളുടെ നഗരം സിറ്റി ഓഫ് സ്കൾപ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കോഴിക്കോടുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. പക്ഷിപ്പാട്ട്, കപ്പപ്പാട്ട് എന്നിവ ഏത് സംഗീത വിഭാഗത്തിൽ പെടുന്നു? പക്ഷിപ്പാട്ട്, കപ്പപ്പാട്ട് എന്നിവ ഏത് സംഗീത വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ വടക്കം പാട്ടുകൾ, ഓപ്ഷൻ ബി മാപ്പിളപ്പാട്ടുകൾ, ഓപ്ഷൻ സി നാടൻ പാട്ടുകൾ, ഡി ഗസലുകൾ. അപ്പോൾ പക്ഷിപ്പാട്ട്, കപ്പപ്പാട്ട് എന്നൊക്കെ പറയുന്നത് മാപ്പിളപ്പാട്ടിൻ്റെ സംഗീത വിഭാഗത്തിൽ പെടുന്നതാണ് കേട്ടോ. പക്ഷിപ്പാട്ട്, കപ്പപ്പാട്ട് എന്നൊക്കെ പറയുന്നത് മാപ്പിളപ്പാട്ടുകളുടെ സംഗീത വിഭാഗത്തിൽ, ഇസലുകൾ എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു ഗണത്തിൽ പെടുന്നതാണ് പക്ഷിപ്പാട്ടും കപ്പപ്പാട്ടും ഒക്കെ കേട്ടോ. അപ്പോൾ അത് മറക്കരുത്. ഇനി അടുത്ത ചോദ്യം. നാട്യശാസ്ത്രം എഴുതിയതാര്? നാട്യശാസ്ത്രം എഴുതിയത് ഓപ്ഷൻ എ കൗടില്യൻ, ഓപ്ഷൻ ബി ഭരതമുനി, ഓപ്ഷൻ സി പാണിനി, ഓപ്ഷൻ ഡി പതഞ്ജലി. ഇത് നമ്മൾ സിനിമ ഡയലോഗൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. നാട്യശാസ്ത്രത്തിൽ ഇന്നയാൾ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് സിനിമകളിൽ നമ്മൾ ഡയലോഗ് കേട്ടിട്ടുണ്ടാവും അല്ലേ. നാട്യശാസ്ത്രത്തിൽ ആരെന്താ പറഞ്ഞിട്ടുള്ളത്? നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താ പറഞ്ഞിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? നാട്യശാസ്ത്രം എഴുതിയിട്ടുള്ളത് ഭരതമുനിയാണ് അല്ലേ. നൃത്തങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുദ്രകളും അതിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ചിട്ട് പറയുന്ന ഗ്രന്ഥമാണെന്ത്? നാട്യശാസ്ത്രം എന്ന് പറയുന്നത്. അത് എഴുതിയിട്ടുള്ളത് ഭരതമുനിയാണ്. അടുത്തത്, മലയാളത്തിൻ്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥയത്? ഓപ്ഷൻ എ ഭഗവതം, ഓപ്ഷൻ ബി ഉത്തരാസ്വയംവരം, ഓപ്ഷൻ സി നളചരിതം, ഓപ്ഷൻ ഡി കീചകവധം. ചിലപ്പോൾ ഇതിന് ആൻസർ അറിയില്ലെങ്കിൽ കൂടി നിങ്ങളൊന്ന് ഗസ് ചെയ്യുമായിരിക്കും അല്ലേ. ഏതായിരിക്കും? ഓപ്ഷൻ സി നളചരിതമാണ് കേട്ടോ. നളചരിതമാണ് മലയാളത്തിൻ്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ. ഓക്കെ, അടുത്ത ചോദ്യം. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ എ 1930, ബി 1931, സി 1936, ഡി 1934. കേരള കലാമണ്ഡലം നമ്മുടെ ആദ്യത്തെ ചോദ്യമായിരുന്നു അല്ലേ. അപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1930 വള്ളത്തോളും മുകുന്ദരാജയും ചേർന്നിട്ട് കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. എവിടെ? തൃശ്ശൂർ. നിലവിൽ എൻ്റെ ആസ്ഥാനം എവിടെയാണ്? ചെറുതുരുത്തിയിലാണ്. 1930 സ്ഥാപിച്ച കലാമണ്ഡലം ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന 1957. അത് കർപ്പിത സർവകലാശാലയാകുന്നത് 2007. അപ്പോൾ ഈ വർഷങ്ങൾ കൂടി ഓർത്തുകൊള്ളുക കേട്ടോ. ഓക്കെ, കലാമണ്ഡലമായിട്ട് ബന്ധപ്പെട്ട് ഇനി ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയും. ഓക്കെ, അടുത്ത ചോദ്യം. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ ആരാണ്? ശ്രീമതി സാറ ജോസഫ്, ശ്രീ CP അബൂബക്കർ, ശ്രീ അശോകൻ ചെരുവിൽ, ഡി ശ്രീ സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. 1956 സാഹിത്യ അക്കാദമി രൂപീകരിക്കുന്നത്. തിരുവനന്തപുരത്താണ് രൂപീകരിക്കുന്നത്. പിന്നീട് തൃശ്ശൂരിലേക്ക് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മാറ്റുകയാണ് ഉണ്ടായത്. നിലവിൽ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീ സച്ചിദാനന്ദനാണ് നിലവിലെ അധ്യക്ഷൻ. തൊട്ടുതാഴെ അധ്യക്ഷൻ ഓർ പ്രസിഡന്റ് കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ്, തൊട്ടുതാഴെ തന്നെ ആ ചോദ്യം വേറൊരു രീതി. ആദ്യത്തെ ആളെ ഇപ്പോഴത്തെ ആളെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ
രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഓപ്ഷൻ എ കുഞ്ഞുണ്ണി മാഷ്, ബി എം ടി വാസുദേവൻ നായർ, സി എം കൃഷ്ണൻ നായർ, ഡി കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കർ. ആൻസർ ഏതാണ്? ഡി സർദാർ കെ എം പണിക്കർ. അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സർദാർ കെ എം പണിക്കരും ഇപ്പോഴത്തെ നിലവിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീ സച്ചിദാനന്ദനുമാണ്. അപ്പോൾ ഇനി അത് തെറ്റിക്കരുത് കേട്ടോ. ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സർദാർ കെ എം പണിക്കരും നിലവിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീ സച്ചിദാനന്ദനുമാണ്. അടുത്തത് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗമേത്? കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗമേത്? നീലാംബരി, സാരംഗം, കല്യാണി, ഭൂപാളം. കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ നീലാംബരിയാണ്. നീലാംബരി രാഗം നമ്മുടെ ഉറക്കവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു രാഗമാണ് നീലാംബരി. നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള ധാരാളം പാട്ടുകൾ, സിനിമാ ഗാനങ്ങളും താരാട്ട് പാട്ടുകളും ഒക്കെ രചിക്കപ്പെട്ടുള്ളത് നീലാംബരിയിലാണ്. ഓക്കെ, അപ്പോൾ നീലാംബരി രാഗമാണ് കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗമെന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒത്തിരി സിനിമകൾ, ഇപ്പോൾ അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നൊക്കെ പറയുന്നത് ഈ നീലാംബരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ തൂവൽ വിണ്ണിൻ മാറിൽ തൂകി, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. ആ പാട്ടുകളൊക്കെ നീലാംബരി രാഗത്തിൽ ചെയ്ത ഒത്തിരി സിനിമ പാട്ടുകൾ നീലാംബരി രാഗത്തിലുണ്ട്, ഓർത്തുകൊള്ളുക. ഓക്കെ, അടുത്തത് പത്മ സുബ്രഹ്മണ്യം ഏത് നൃത്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ ചിത്രമാണ് നിങ്ങൾ സൈഡിൽ കാണുന്നത്. കൂടിയാട്ടം, ഭരതനാട്യം, മോഹിനിയാട്ടം, കഥക്. പത്മ സുബ്രഹ്മണ്യം ഏത് മേഖലയിലാണ് നൃത്തമാണ് നമുക്കറിയാം. ഏത് നൃത്തമാണ് പത്മ സുബ്രഹ്മണ്യം ഫേമസ് ആവുന്നത് ഭരതനാട്യത്തിലൂടെയാണ്. ഭരതനാട്യത്തിലൂടെയാണ് പത്മ സുബ്രഹ്മണ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത 56ാം ചോദ്യം. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയല്ലാത്ത ജോഡി? ഗതിക വയനാട്, അർജുനോർത്തം കോട്ടയം, കന്യാർകളി പാലക്കാട്, മാർഗം കളി തിരുവനന്തപുരം. ഇതിനകത്ത് ശരിയല്ലാത്ത ജോഡി, അതായത് തെറ്റായിട്ടുള്ള ജോഡി ഏതെന്നാണ്? ഗതിക വയനാട്, അർജുനോർത്തം കോട്ടയം, കന്യാർകളി പാലക്കാട്, മാർഗം കളി തിരുവനന്തപുരം. ഏതാണ് ആൻസർ വരിക? ജോഡിയിൽ തെറ്റായിട്ടുള്ളത് മാർഗം കളി തിരുവനന്തപുരം എന്നുള്ളതാണ് അല്ലേ. മാർഗം കളി പ്രധാനമായിട്ട് എവിടെയാണ് കാണുന്നത്? മാർഗം കളി തിരുവനന്തപുരത്തല്ല, മാർഗം കളി കൂടുതലും കോട്ടയത്താണ് കാണുന്നത് അല്ലേ. കോട്ടയത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പ്രധാനമായിട്ട് നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു കലാരൂപമാണ് മാർഗം കളി എന്ന് പറയുന്നത്. സെൻറ് തോമസിൻ്റെ ചരിത്രമാണ് പ്രധാനമായിട്ടും മാർഗം കളിയിൽ പറയുന്നത്. അത് കോട്ടയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കലാരൂപങ്ങളിലൊന്നാണ്. അത് എന്താണ്, തിരുവനന്തപുരത്തിൻ്റെ അല്ല. അതുകൊണ്ടാണ് അത് തെറ്റായിട്ടുള്ളത്. ഗതിക നമുക്കറിയാം, അടിയ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ് പ്രധാനമായിട്ടും ഗതിക അവതരിപ്പിക്കാറുള്ളത്. വയനാട് മേഖലകളിലൊക്കെയാണ് പ്രധാനമായിട്ട്, അല്ലെങ്കിൽ മലബാർ മേഖലകളിലാണ് പ്രധാനമായിട്ടുള്ളത്. അർജുനോർത്തം കോട്ടയത്തിൻ്റെ തനതായിട്ടുള്ള നൃത്തരൂപമാണ് അർജുനോർത്തം എന്ന് പറയുന്നത്. കന്യാർകളി പാലക്കാട് വിഷുവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അരങ്ങേറുന്ന ഒരു പ്രധാനപ്പെട്ട കലാരൂപമാണ് ഏതെന്ന് പറയുന്നത്? കന്യാർകളി എന്ന് പറയുന്നത്. അടുത്തത്, ഗതിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാൽ? ഊരാളി, കെ കുമാരൻ, പി കെ കറുപ്പൻ, പി കെ കാളൻ. ഊരാളി, കെ കുമാരൻ, പി കെ കറുപ്പൻ, പി കെ കാളൻ. ആരാണ്? പി കെ കാളനാണ് കേട്ടോ. പി കെ കാളൻ. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പി കെ കാളൻ മെമ്മോറിയൽ അവാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഫോക്ലോർ അക്കാദമി, കേരള ഫോക്ലോർ അക്കാദമി നൽകുന്ന പ്രധാനപ്പെട്ടുള്ള അവാർഡുകൾ, ഈ നാടൻ കലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നൽകുന്ന ഒരു അവാർഡാണ് ഇതെന്ന് പറയുന്നത്, ഈ പി കെ കാളൻ മെമ്മോറിയൽ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗതിക എന്ന് പറയുന്ന ഈ ആദിവാസി കലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പരിപോഷിപ്പിക്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് പി കെ കാളൻ. നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് ഗതിക എന്ന് പറഞ്ഞിട്ട്. പല സ്ഥലങ്ങളിലുള്ള ഈ ട്രൈബൽ മേഖലകളിലുള്ള അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക കലാരൂപങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന, എല്ലാ വർഷങ്ങളിലും അവതരിപ്പിക്കുന്ന ഒരു ഇവൻ്റാണ് ഗതിക എന്ന് പറയുന്നത്. ഇപ്പോഴും ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തുകൊള്ളുക. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ തനത് നൃത്തരൂപം നമുക്കറിയാവുന്നതാണ് അല്ലേ. ഓക്കെ, കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏതാണ്? ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥക്. സോ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥക്. ഏതാണ് കേരളത്തിൻ്റെ തനത് നൃത്തരൂപം? കേരളത്തിൻ്റെ തനത് നൃത്തരൂപം എന്ന് പറയുന്നത് നമുക്കറിയാം മോഹിനിയാട്ടമാണ് അല്ലേ. ഭരതനാട്യം എന്ന് പറയുന്നത് ഏതാണ്? ഭരതനാട്യം എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ആണെന്ന് നമ്മൾ പറഞ്ഞു. കുച്ചിപ്പുടി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ തനത് നൃത്തരൂപം എന്ന് പറയുന്നത് മോഹിനിയാട്ടമാണ്. അടുത്തത്, രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏത്? വീണമീട്ടുന്ന സ്ത്രീ, ബി ഹംസവും ദമയന്തിയും, സി ഉമയുടെ തപസ്യ, ഡി വിശ്വാമിത്രനും മേനകയും. ഇതിനകത്ത് രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. വീണമിട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും, ഉമയുടെ തപസ്യ, വിശ്വാമിത്രനും മേനകയും. ഏതാണ് രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത്? ഇതിനകത്ത് രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഉമയുടെ തപസ്യയാണ് കേട്ടോ. രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഉമയുടെ തപസ്യയാണ്. ഉമയുടെ തപസ്യ എന്ന് പറയുന്നത് നന്ദലാൽ ബോസിൻ്റെ പെയിൻറ്റിങ്ങാണ്. നന്ദലാൽ ബോസിൻ്റെ പെയിൻറ്റിങ്ങാണ്.
നമ്മൾ നന്ദലാൽ ബോസിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങുകളുള്ള നന്ദലാൽ ബോസ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡിസൈൻ വരച്ചിട്ടുള്ള നന്ദലാൽ ബോസിൻ്റെ ഒരു ചിത്രമാണ് ഉമയുടെ തപസ്യ. അത് രാജാരവിവർമ്മയുടെ ചിത്രമല്ല. അപ്പോൾ ഓർത്തുകൊള്ളുക, രാജാരവിവർമ്മയുടെ ചിത്രങ്ങളാണ് ബാക്കി മൂന്നും അല്ലേ. അപ്പോൾ അതുകൂടി പഠിച്ചു വെച്ചുകൊള്ളുക. രാജാരവിവർമ്മയുടെ ചിത്രങ്ങളാണ് വീണ മീട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും, അതുപോലെ തന്നെ വിശ്വാമിത്രനും മേനകയും. അപ്പോൾ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ, മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായിട്ടുള്ള നോവൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ. ഓപ്ഷൻ എ അലിംഗം, ഓപ്ഷൻ ബി ആനന്ദഭാരം, ഓപ്ഷൻ സി സമ്പർക്കക്രാന്തി, ഓപ്ഷൻ ഡി അന്ധകാരനഴി. സോ ഏതാണ് ആൻസർ വരിക? സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ അലിംഗമാണ്. അലിംഗം. അപ്പം ഓച്ചിറ വേലിക്കുട്ടി എന്ന് പറയുന്ന അമ്മയുടെ മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ സജീവമായി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ അലിംഗമാണ്. അത് എഴുതിയിട്ടുള്ളത് ഗിരീഷ് കുമാറാണ് കേട്ടോ. ഗിരീഷ് കുമാറിൻ്റെ നോവലാണ് അലിംഗം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ്. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡുകൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ, റെയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തതോ കാണാത്തതോ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഇനിയുള്ള എപ്പിസോഡുകളിൽ കാണും. ഇനി ഈ അടുത്ത എപ്പിസോഡിൽ നമ്മൾ +2 ലെവലിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും പറയുന്നു, അടുത്ത എപ്പിസോഡ് കാണുക, തുടർച്ചയായിട്ട് ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.